കുട്ടികളെ പോലെ തന്നെ വീടുകളിലും ഒത്തിരി മാറ്റങ്ങളാണ് കുട്ടികൾ സ്കൂളിൽ പോകുന്നതോടെ ഉണ്ടാകുന്നത് അല്ലേ. ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആൻഡ്രോസ് ഇന്ന് ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന ദിവസമാണ്. ആൻഡ്രോസിന്റെ തയ്യാറെടുപ്പുകൾക്കൊപ്പം നമ്മുടെ ലിനറ്റ് വർഗീസും ഉണ്ട്. ലിനറ്റ്, ഗുഡ് മോർണിംഗ്. ആൻഡ്രോസ് പോകാൻ റെഡിയായി കഴിഞ്ഞോ? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. തീർച്ചയായും ആൻഡ്രോസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇപ്പം 1ാം ക്ലാസ്സിലേക്ക് പുതിയ കുട്ടികളെല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് എത്തുന്നത്. ആൻഡ്രോസ് സ്കൂളിൽ ഇപ്പോൾ റെഡിയാണോ? ആണോ? കൂട്ടുകാരൊക്കെ ഓൾറെഡി ഉള്ളവരൊക്കെ തന്നെയാണോ കൂടെ പഠിച്ചവര്? ആണോ? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? സെന്റ് മേരീസ്. അമ്മ പാട്ടൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ സ്കൂളിൽ ചെല്ലുമ്പോൾ പാടാൻ? ഒരു പാട്ട് പാടുവോ? കണ്ട കണ്ട ചെണ്ട ചെണ്ടയ്ക്കെന്തൊരു മണ്ട ചെണ്ടക്കാര വന്ന മണ്ടക്കിട്ടൊരു കൊണ്ട ചെണ്ടക്കുട്ടമുണ്ടോ ഡിണ്ടക ഡിണ്ടക ഡിണ്ടം ചെണ്ടക്കുട്ടമുണ്ടോ ഡിണ്ടക ഡിണ്ടക ഡിണ്ട. അത്രയല്ല. സ്കൂളിൽ പോകാൻ എന്തൊക്കെ സാധനങ്ങളാ അമ്മയും അച്ഛനൊക്കെ മേടിച്ചു തന്നത്? ബാഗു, കിച്ചു, വാട്ടർ ബോട്ടിലു, ടിഫിൻ ബോക്സ്. പുതിയ ബുക്കൊക്കെ കിട്ടിയോ? ഒന്ന് കാണിച്ചു തരുവോ? എന്തൊക്കെ ബുക്കുകളാ ഉള്ളേ? പഠിക്കാൻ റെഡി ആയിട്ടാണോ ഇരിക്കുന്നേ? എന്തൊക്കെ കാര്യങ്ങളാ മേടിച്ചു തന്നേക്കുന്നേ? ഇത് ആര് മേടിച്ചു തന്നതാ? അമ്മ മേടിച്ചു തന്നത്. നമുക്കറിയാം സ്കൂളിലെ കുട്ടികൾ പോകുന്നതിനൊപ്പം വീട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ വരാറുണ്ട്. ഇപ്പം മോനെ ഇപ്പോൾ ഫസ്റ്റ് ടൈമായിട്ട് 1ാം ക്ലാസ്സിലോട്ട് വിടുകയാണ്. ഒരു മോനും കൂടി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? നമ്മൾ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. എന്തൊക്കെയാണ് പ്രതീക്ഷ? ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാണ് നമ്മൾ ഓരോ കുഞ്ഞുങ്ങളെയും ഇതാക്കുന്നത്. അവർ നല്ല രീതിയിൽ വളരണം, നല്ല കാഴ്ചപ്പാടുകൾ വേണം, സ്വതന്ത്രമായിട്ട് അവർ ചിന്തിച്ച് പ്രവർത്തിക്കണം. അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള ചിന്തയോട് കൂടി ഓരോ തുടക്കമാവണം. അതിന് വളരെ സന്തോഷത്തിലാണ്. മൂത്താളിപ്പോൾ 4ാം ക്ലാസ്സിലേക്ക്, അതുപോലെ തന്നെ ചെറിയാളിപ്പോൾ ഫസ്റ്റിലേക്ക്. അതിൻ്റെ ഒരുപാട് സന്തോഷം. ആൻഡ്രോഷിന്റെ ചേട്ടനും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പം അവധിക്കാലം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എത്രാം ക്ലാസ്സിലേക്ക്? 4ലേക്ക് അല്ലേ? അവധിക്കാലം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു ഈ ഒരു 2 മാസം കൊണ്ട്? ആദ്യത്തെ രണ്ടാമത്തെ ആഴ്ച ഞാൻ കൂട്ടുകാരുടെ കൂടെ ഗോവയിൽ ടൂർ പോയി. പിന്നെ ആഴ്ച ഞാൻ അമ്മാമ്മേന്റെ വീട്ടിൽ പോയി. ഇന്നത്തെ ആഴ്ച ബാക്കിയുള്ള വീട്ടിൽ തന്നെയായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് പിന്നെ ആ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ കളിക്കാൻ പോയി. അല്ല, ഈ 2 മാസം കഴിഞ്ഞിട്ട് കൂട്ടുകാരെയൊക്കെ കാണാൻ പോകുന്ന സന്തോഷത്തിലാണോ? അവരെന്തൊക്കെ കാര്യങ്ങളായിരിക്കും പറയാനൊക്കെ ഇങ്ങനെ ഓർത്തു വെച്ചേ? ഗോവയിലെ പോയ വിശേഷങ്ങൾ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാൻ ഓർത്തു വെച്ചിട്ടുണ്ടോ? പുതിയ ടീച്ചറായിരിക്കും. ടീച്ചർമാരെയൊക്കെ കാണാൻ സന്തോഷമാണോ? ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഏതാ? സയൻസ്. സയൻസ്. എന്താ സയൻസ് ഇഷ്ടപ്പെടാൻ കാരണം? സയൻസിന്റെ സാറ്. ടീച്ചേഴ്സും അതിനകത്ത് വളരെയേറെ പങ്കുവഹിക്കുന്നുണ്ട്. ടീച്ചേഴ്സിനെയും കാണാൻ കുട്ടികൾ ഏറെ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. ആൻഡ്രോഷ് എന്താണെങ്കിലും ഇപ്പൊ സ്കൂളിൽ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ബുക്ക് ആൻഡ്രോഷ് അവിടെ ഹാപ്പിയാണ്. ആൻഡ്രോഷ് മാത്രമല്ല, ആൻഡ്രോഷിന്റെ ചേട്ടനും ഹാപ്പിയായിട്ട് നിൽക്കുകയാണ്. ഇനി ഗോവയിലെ കഥകളൊക്കെ പിള്ളേരുടെ അടുത്ത്, കൂട്ടുകാരുടെ അടുത്ത് പറയുന്നത് വരെ ഇനി ഒരു മനസമാധാനം ഉണ്ടാകില്ല. ഒപ്പം തന്നെ ഇനി അധ്യാപകരൊക്കെ കാണുന്നത് വല്ലാത്തൊരു വികാരമാണല്ലേ, വല്ലാത്തൊരു. നമ്മൾ 2 മാസത്തെ അവധിയെ കണ്ട് വീണ്ടും സ്കൂളിലേക്ക് പോകാന്ന് പറഞ്ഞാൽ, പക്ഷേ എനിക്ക് തോന്നുന്നു എനിക്ക് സ്കൂളിൽ പോകാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്ന കുട്ടിയല്ലെന്ന് തോന്നുന്നു. എനിക്ക് ഓർമ്മയില്ല കേട്ടോ എൻ്റെ ഒരു സ്കൂൾ കാലമൊന്നും. സ്കൂൾ കാലമൊക്കെ ഓർമ്മയുണ്ട്, പക്ഷേ നമ്മുടെ ഈ ആദ്യത്തെ സ്കൂളൊക്കെ ഇല്ലേ, ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന ദിവസം അതൊന്നും എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല. എങ്ങനെയായിരുന്നു ആവോ?